ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ പറയുന്ന പോലെ ചെറിയൊരു മോട്ടിവേഷനിലേക്ക് പോകാം. നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു സഹോദരന്മാരൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് വലിയ വലിയ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? ലക്ഷങ്ങളൊക്കെ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട് അവരൊരു കോഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലേ? എന്നാൽ നമ്മുടെ PSC എന്ന് പറയുന്നത് ചെറിയ ക്യാഷ് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ചെറിയ മണി കൊടുത്തിട്ട് പഠിച്ച് അവരെക്കാട്ടിലും വലിയ സാലറി വാങ്ങുന്ന ഒന്നാണ് PSC. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനെ പലരും ഒരു പുച്ഛമായിട്ട് കരുതാറുണ്ട് അല്ലെ? കുറെ വർഷങ്ങൾ പഠിക്കണം, കുറെ പഠിക്കാനുണ്ട് എന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മമാരൊക്കെ കഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ 1-2% മാത്രം നമ്മൾ ഇതിലേക്ക് എഫേർട്ട് ഇട്ടാൽ പോരെ? നല്ലൊരു സാലറിയിൽ എത്താൻ വേണ്ടിയിട്ട് അധികം ക്യാഷ് ഒന്നും കൊടുക്കാതെ പുറത്ത് കുട്ടികൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച് ഒരു കോഴ്സ് നേടിയിട്ട് അതിൽ ജോലി നേടുന്ന അതിൽ കിട്ടുന്ന അവരുടെ ആദ്യത്തെ സാലറിനെക്കാട്ടിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു PSC ജോലി കരസ്ഥമാക്കി കഴിഞ്ഞാൽ കിട്ടൂലേ? അതിനെക്കാട്ടും ലഭിക്കൂലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിന്നിട്ട് വലിയ വലിയ കോഴ്സിലേക്ക് പോകുന്നത്? ഒരു 2 വർഷം നിങ്ങൾക്ക് ചെലവാക്കാൻ PSC ചെലവാക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ? അതോ അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? അത്ര കോൺഫിഡൻസ് കുറവുള്ള ആളുകളാണോ നമ്മൾ ഓരോരുത്തരും? നമ്മൾ പല കാര്യത്തിലും നമ്മൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ആളാണെന്നൊക്കെ തെളിയിച്ച ആളുകളായിരിക്കും. എങ്കിലും PSC എന്ന് കേൾക്കുമ്പോൾ ഒരു ഉൾവലിവ് എന്തുകൊണ്ടാണ്? അത് പഴമക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോ കിട്ടരുത് എന്ന് കരുതിയിട്ടായിരിക്കാലോ ഇത്തരത്തിലുള്ള വലിയ പേരുകളൊക്കെ ഇത് വെച്ചിട്ടുള്ളത് അല്ലെ? കുറെ വർഷം പഠിക്കണം, കുറെ പഠിക്കാനുണ്ട് എന്നുള്ളത്. ഈ കുറെ പഠിക്കാനുണ്ടെന്ന് പറയുന്നത് എന്താണ്? അത് ഈ PSC മേഖലയിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് അറിയുള്ളൂ. അത് അത്രമാത്രമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാല് ഒരു മുട്ടയുടെ അത്ര വലുപ്പമേ ഉള്ളൂ ഇതൊക്കെ എന്നുള്ളത്. ഇതിനെക്കാട്ടിലും കൂടുതൽ എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയും, ഏത് പഠിക്കാത്തവനും പഠിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ് അല്ലെ? ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഓക്കെ, ഞാൻ വാങ്ങി എന്ന് പറയുന്നതാണോ? അല്ല. അത് സ്കിൽഡ് ആണ്. അത് ആർക്കും തന്നെ വാങ്ങിക്കൊണ്ടുപോകാൻ, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് അറിവ് ശേഖരിക്കാൻ കഴിയുന്നത് അത്രമാത്രം അറിവ് ശേഖരിച്ച് അതിന് ആവശ്യമായിട്ടുള്ള ഒരു ജോലിയിൽ എത്തിപ്പെട്ട് അതിന് എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാലറി അത് വാങ്ങിയിട്ട് നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവാണ് വേണ്ടത്. ഞാൻ പഠിച്ചു, എന്റെ മക്കളും പഠിക്കണം, അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുള്ള ആളുകളും പഠിക്കണം എന്നുള്ള മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. എനിക്ക് കിട്ടി, ഇനി ആർക്കും കിട്ടരുത്, ഞാൻ ഓരോട് ആരോട് ഇതിനെ കുറിച്ചുള്ള ഗുണങ്ങളൊന്നും പറഞ്ഞു കൊടുക്കൂല എന്നായിരിക്കരുത് ഒരിക്കലും. അറിവ് നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? ഷെയർ ചെയ്യാനുള്ളതാണ്. നമുക്ക് അവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ അറിവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ലോക വിദ്യാർത്ഥി ദിനം. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്? ഒക്ടോബർ 15-ാം തീയതിയാണ് ലോക വിദ്യാർത്ഥി ദിനം എന്ന് പറയുന്നത്. APJ അബ്ദുൽ കലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. രാഷ്ട്രപതിയായിട്ടുള്ള 11ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 15 എന്ന് പറയുന്നത്. അപ്പൊ ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനമാണ് അല്ലെ? ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ പാടില്ല, ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അന്നത്തെ കുട്ടികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അവർക്ക് അന്ന് എന്തുണ്ടായിരിക്കണം? സ്കൂൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. അതുകൊണ്ട് ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്, ലോക വിദ്യാർത്ഥി ദിനമാണ് ഒക്ടോബർ 15. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ് ഒക്ടോബർ 15 അല്ലെ? വിദ്യാഭ്യാസം അത്രയും മുഖ്യമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? APJ അബ്ദുൽ കലാം. അടുത്തത് സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ. എന്താ മിസ്സേ AI എൻസൈക്ലോപീഡിയ? അതായത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്ത് ഡിക്ഷണറി ആയിരുന്നു എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറഞ്ഞത്. ഡിക്ഷണറി നമുക്ക് എല്ലാവരും കിട്ടിയിരുന്നു അല്ലെ? പിന്നെ കുറെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഫോണുകളായി, ഫോണിലെ എല്ലാ വിവരങ്ങളും, ഗൂഗിളിലൊക്കെ എല്ലാ വിവരങ്ങളും ലഭിച്ചു. അങ്ങനെ ഇലോൺ മസ്ക് നിങ്ങൾക്ക് അറിയോ അല്ലെ? സ്വകാര്യ ഏജൻസി ആയിട്ടുള്ള ബഹിരാകാശ ഏജൻസി സ്പേസ് എക്സിന്റെ മേധാവിയാണ് ആര്? ഇലോൺ മസ്ക്. അമേരിക്കയിൽ സ്വകാര്യ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബഹിരാകാശത്തേക്ക് പോവാനുള്ള ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. ആ ഏജൻസിയുടെ മുഖ്യ നേതാവാണ് ആര്? ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. വളരെയധികം വലിയൊരു കോടീശ്വരനാണ് ഇദ്ദേഹം അല്ലെ? ഇദ്ദേഹം സ്പേസ് എക്സിന്റെ മേധാവിയാണ്. അപ്പോ സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ. എന്താ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത്? എല്ലാ വിവരങ്ങളും ലഭിക്കും. ഈ AI എന്ത് ചെയ്യും? നമ്മുടെ ലോകത്തിലെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് എന്ത്? എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത്. അദ്ദേഹം അവതരിപ്പിച്ച എൻസൈക്ലോപീഡിയയുടെ പേരാണ് ഗ്രോക്ക് പീഡിയ. എന്താണ്? ഗ്രോക്ക് പീഡിയ. പീഡിയ പോയി നമുക്ക് എല്ലാതും കിട്ടുമല്ലോ. ഗ്രോക്ക് അല്ലെ? ഗ്രോ എന്ന് പറഞ്ഞാൽ എന്താ? വളർച്ച. അത്രയും വളർച്ചയുള്ള ഒരു പീഡിയ. അങ്ങനെ കണക്ട് ചെയ്യാട്ടോ. ഗ്രോക്ക് പീഡിയ. അടുത്തതാണ് 2025 ഡിസംബർ 4 നടക്കുന്ന നാവിക സേനയുടെ വലിയ ആഘോഷമായ നാവികസേനാ ദിനത്തിന് വേദിയാവുന്നത്. എന്താ മിസ്സേ നാവികസേന? എടാ കരസേന എന്ന് പറയുന്നത് എന്താണ്?
കരയില് നമ്മുടെ രാജ്യത്തെ സേവിക്കുന്ന വ്യക്തികൾ, അതായത് പട്ടാളക്കാരെയാണെന്ന് പറയും കരസേന. വ്യോമസേന എന്ന് പറയുന്നതോ ആകാശത്തെ കാത്തുരക്ഷിക്കുന്നവരാണ് വ്യോമസേന. നാവികസേന എന്ന് പറയുന്നതോ നമ്മുടെ കടലിനെ കാത്തുരക്ഷിക്കുന്ന പട്ടാളക്കാരെയാണ് വ്യോമസേന എന്ന് പറയുന്നത്. ആ വ്യോമസേന ദിനത്തിന് വേദിയാകുന്നത് എവിടെ? ഇതിനൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. ആദ്യമായിട്ടാണ് കേരളത്തിൽ വ്യോമസേനാ ദിനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് കേട്ടോ. തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് കേരളം വേദിയാവുന്നത് ആദ്യമായിട്ടാണ്. ഈ നാവികസേനാ ദിനം എന്തുമായിട്ടാണ് ആചരിക്കുന്നത്? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ ട്രൈഡന്റ്. എന്താണ് ഓപ്പറേഷൻ ട്രൈഡന്റ്? ഓപ്പറേഷൻ ട്രൈഡന്റ്. കറാച്ചി ഉന്നമിട്ട് നാവികസേന വിജയകരമായി നടത്തിയ ദൗത്യത്തിന്റെ സ്മരണാർത്ഥമാണ് നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. ഈ നാവികസേനാ ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഡിസംബർ 4-നാണ്. എന്നാണ്? ഡിസംബർ 4-നാണ്. എവിടെ വെച്ചിട്ടാണ്? കേരളത്തിലെ ശംഖുമുഖത്ത് വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ മലയാളി താരം. ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്ത്? മലയാളി താരാണ്, അതുകൊണ്ട് പഠിക്കണം. അതുകൊണ്ട് PSC ചോദിക്കും. മലയാളി താരായതുകൊണ്ട് PSC ചോദിക്കും. ഈജിപ്തിൽ എന്തുണ്ടായിരുന്നു? ഒരു പാരാ പവർ ലിഫ്റ്റ്. ലോകത്തിലെ എല്ലാ ആളുകളും, പാര എന്ന് പറഞ്ഞാല് ഈ അംഗവൈകല്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവൂലേ, അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഒളിമ്പിക്സ് ആണ് എന്ത്? ഈജിപ്തിലെ കെയ്റോയിൽ ലോക പാരാ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയത് ഒരു കേരളീയനാ. ഇന്ത്യക്കായിട്ട് ഒരു വെങ്കല മെഡൽ നേടിയത്. പാരാലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, അതാണ് ലിഫ്റ്റിംഗ്. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യൂല നമ്മള്, അതാണ് ലിഫ്റ്റിംഗ്. 65 കിലോഗ്രാമിൽ അതിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? ഒരു കേരളക്കാരനാണ്, ഒരു മലയാളിയാണ്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ജോബി മാത്യു. എന്താണ്? ജോബി മാത്യു. എന്താണ്? ജോബി മാത്യു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ജനിതക വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നതായി കണ്ടെത്തിയ നിയമസഭ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. നമ്മുടെ കേരളത്തില് വൈകല്യങ്ങളോട് കൂടി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഇത് കണ്ടെത്തിയ കമ്മിറ്റിയുടെ പേരെന്താണ്? ആ കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണ്? KK ശൈലജ. KK ശൈലജന് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരോഗ്യ മന്ത്രിയാണ് KK ശൈലജ. അവരുടെ ഒരു അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റിയാണ് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്താണ്? കൂടുന്നതായിട്ട്. അടുത്തത്, ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിന് പിന്നാലെ ലോകാരോഗ്യ സംഘടന ജാഗ്രതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ. നമ്മൾ ആദ്യം മരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 2 വയസ്സായ കുട്ടി മരിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മരണപ്പെട്ടിട്ടുള്ളത്. രാജസ്ഥാനിലും അതേപോലെ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾഡ്രിഫ് ആണ് ഈ ഒരു മരുന്നിന്റെ പേര്. ഇത് ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? റദ്ദ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നും റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തു? ഇതിനെ ഒരു ജാഗ്രത പട്ടികയിൽ ഉൾപ്പെടുത്തി. ജാഗ്രത വേണം, ഇത് അങ്ങനെ അധികം കൊടുക്കരുത് എന്നുള്ള ജാഗ്രത പട്ടികയിൽ 3 മരുന്നുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെസ്പി ഫ്രഷ്. എന്താണ്? റെസ്പി ഫ്രഷ്, റീ ലൈഫ്, കോൾഡ്രിഫ്. ഒന്നുകൂടി, റെസ്പി ഫ്രഷ്, റീ ലൈഫ്, കോൾഡ്രിഫ്. ഇവയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലോകാരോഗ്യ സംഘടന, ലോകത്തിന്റെ മൊത്തം ആരോഗ്യ സംഘടന ഒരു എന്ത് ചെയ്തു? ജാഗ്രത പട്ടികയിൽ ഉൾപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ, മുറജപത്തിന്റെ ഭാഗമായി പത്മതീർത്ഥം കുളത്തിൽ ജലജപം നടക്കുന്ന കേരളത്തിലെ സുപ്രധാന ക്ഷേത്രം. ഈ മുറജപം എന്ന് കേൾക്കുമ്പോൾ തന്നെ PSC കുട്ടികൾക്ക് സാധാരണ ഇതൊക്കെ ഓർമ്മയിലേക്ക് വരും. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മന്റെ കാലഘട്ടത്തിലാണ് ഈ മുറജപവും ഭദ്രദീപവും വരുന്നത്. ഏത് അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുറജപവും ഭദ്രദീപവും വരും. നിങ്ങൾ PSC പഠിക്കുന്ന കുട്ടികൾ ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ മുറജപം എന്ന് കേൾക്കുമ്പോൾ തന്നെ, ഭദ്രദീപം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് പോയിട്ട് കുത്തും? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പോയിട്ട് കുത്തുട്ടോ. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ ആദ്യ LNG കപ്പൽ നിർമ്മാണശാല ആകാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യ LNG കപ്പൽ നിർമ്മാണശാല ആകാൻ ഒരുങ്ങുന്നത്. എന്താ മക്കളെ LNG? ബയോഗ്യാസ് അടാ. നമ്മൾ വേസ്റ്റും വളങ്ങളൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ബയോഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പച്ച ഓട്ടോറിക്ഷ ഓടുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടില്, അത് ബയോഗ്യാസ് ഉപയോഗിച്ചിട്ടല്ലേ? ഇതാണ് LNG എന്ന് പറയുന്നത്. ഈ LNG ഉപയോഗിച്ചിട്ട് കപ്പൽ നിർമ്മാണശാല ആകാൻ ഒരുങ്ങുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. ഇതിന് സഹായിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. ഇതിന് സഹായിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഓക്കെ, 2029-2031 കാലയളവിൽ കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൽ അംബാസഡർ ആണ് കീർത്തി സുരേഷ്. നമ്മുടെ ഒളിമ്പിക്സ് നടക്കൂലേ, ഈ ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസൺ ആണ്. ഇത് ഗുഡ്വിൽ അംബാസിഡർ എന്താണ് മാറിയത് കേട്ടോ. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ് ആണ് കേട്ടോ. ഈ മത്സര ഇനത്തിൽ പുതിയ മത്സരം കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും പുതിയ മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളരിപ്പയറ്റ്, യോഗ, ഫെൻസിങ്. ഇതൊക്കെയാണ് കളരിപ്പയറ്റ്, യോഗ, ഫെൻസിങ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2025 ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രി. അത് എങ്ങോട്ട് മരിക്കാൻ വേണ്ടി വന്നു? ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? സുഖാടാ പഠിക്കാൻ കേട്ടോ. 2025 ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രിയാണ് റെയ്ലി ഒഡിങ്ക. എന്താണ്? റെയ്ലി ഒഡിങ്ക. ഇദ്ദേഹം ശരിക്കും നടക്കാൻ പോയ സമയത്ത്, രാവിലെ നടക്കാൻ പോയ സമയത്ത് ഹൃദയാഘാതം വന്ന് മരിച്ചതാണ്. അപ്പൊ തന്നെ കിട്ടും ഒഡിങ്ക, ഓടാൻ പോയപ്പോൾ. ഒഡിങ്ക, ഒഡിങ്ക എന്താണ്? ഓടാൻ പോയപ്പോഴാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം തൊട്ട് ഒന്ന് റിവൈസ് ചെയ്ത് വന്നാലോ, ഒന്നും കൂടി നമുക്കൊന്ന് ഉഷാറാക്കി പോന്നാലോ. ലോക വിദ്യാർത്ഥി ദിനം എന്താണ്? ലോക വിദ്യാർത്ഥികളെ അത്രമാത്രം സ്നേഹിച്ച വ്യക്തിയുടെ ജന്മദിനമാണ്. APJ അബ്ദുൽ കലാമിന്റെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവൂലേ, അദ്ദേഹം പ്രസംഗിക്കുന്നതും കുട്ടികൾ അദ്ദേഹത്തിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ് ഒക്ടോബർ 15 എന്നാണ്. ഒക്ടോബർ 15. ഇദ്ദേഹം എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 11ാമത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ. അടുത്തത് സ്പേസ് എക്സ്. സ്പേസ് എക്സിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇവിടെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ. അതേപോലെ തന്നെ അമേരിക്കയിലെ ഒരു സ്വകാര്യ ഏജൻസി ബഹിരാകാശത്തേക്ക് പോകാനുള്ള റോക്കറ്റുകളൊക്കെ നിർമ്മിക്കാനും അതിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു സ്വകാര്യ ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരാണ് സ്പേസ് എക്സ്. ഇതിന്റെ സ്ഥാപകനാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് പുതിയതായിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാരുടെ മെമ്മറി ഘടിപ്പിക്കാൻ പറ്റുന്ന ചിപ്പ് തയ്യാറാക്കിയത് ആരാണ്? ഇലോൺ മസ്കിന്റെ ന്യൂറോ ലിങ്ക് അല്ലെ, ആ ചിപ്പിന്റെ പേരാണ് ന്യൂറോ ലിങ്ക്. ഇലോൺ മസ്ക് തയ്യാറാക്കിയ ന്യൂറോ ലിങ്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊരു ക്ലാസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്? AI എൻസൈക്ലോപീഡിയ. AI എൻസൈക്ലോപീഡിയ ആര് നിർമ്മിച്ചു? ഇലോൺ മസ്ക് നിർമ്മിച്ചു. എന്താണ് AI എൻസൈക്ലോപീഡിയ? ഇട്ട പേരെന്താണ്? ഗ്രോക്ക് പീഡിയ. എന്താണ്? ഗ്രോക്ക് പീഡിയ. എന്താണ്? ഗ്രോക്ക് പീഡിയ. അടുത്ത ക്വസ്റ്റ്യൻ. 2025 ഡിസംബർ 4-ാം തീയതി നാവിക സേനയുടെ വലിയ ആഘോഷമായ നാവിക സേനാ ദിനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ്. എവിടെയാണ്? തിരുവനന്തപുരം ശംഖുമുഖത്താണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് നാവികസേന കറാച്ചി ഉന്നമിട്ടുങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു വിജയകരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിവസത്തെ നാവികസേനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. എന്നാണ്? ഡിസംബർ 4-ാം തീയതി. എന്നാണ്? ഡിസംബർ 4-ാം തീയതി. അടുത്തത്, ഈജിപ്തിൽ പോയിട്ട് ഒരു മലയാളി താരം അല്ലെ വെയിറ്റ് ലിഫ്റ്റിംഗിന് വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. പാരാ പവർ ലിഫ്റ്റിംഗിന് ഒരു വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജോബി മാത്യു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജോബി മാത്യു. ജനിതക വൈകല്യങ്ങളോട് കൂടി ജനിക്കുന്ന കുട്ടികൾ കേരളത്തിൽ കൂടുകയാണ് എന്ന് കണ്ടെത്തിയ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണ്? KK ശൈലജ. ആരാണ്? KK ശൈലജ. ആരാണ്? KK ശൈലജ. കുട്ടികളുടെ മരണത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ജാഗ്രതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 3 മരുന്നുകളുടെ പേരാണ് റെസ്പി ഫ്രഷ്, റീലൈഫ്, കോൾഡ് റിഫ്. റെസ്പി ഫ്രഷ്, റീലൈഫ്, കോൾഡ് റിഫ്. മുറജപത്തിന്റെ ഭാഗമായി പത്മതീർത്ഥം കുളത്തിൽ ജലജപം നടക്കുന്ന കേരളത്തിലെ സുപ്രധാന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. എന്താണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അടുത്തതാണ് ഇന്ത്യയിലെ ആദ്യ LNG എന്ന് പറഞ്ഞ ബയോഗ്യാസ് കപ്പൽ നിർമ്മാണശാല ആകാൻ ഒരുങ്ങുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഏത് രാജ്യമാണ് സഹായിക്കുന്നത്? ഫ്രാൻസ് ആണ് അല്ലെ. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ് ആണ്. ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിലോ സഞ്ജു സാംസൺ ആണ്. പുതിയതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കായിക ഇനങ്ങളാണ് കളരിപ്പയറ്റ്, യോഗ, ഫെൻസിങ്. 2025 ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? റെയ്ല ഒഡിങ്ക. ആരാണ്? റെയ്ല ഒഡിങ്ക. ഒരു റെയിൽവേ പാതയുടെ അരികിലൂടെ ഓടാൻ പോയതാണ്, അദ്ദേഹം മരണപ്പെട്ടു. ഏത് കാരനാണ്? കെനിയ. അതാണ് കെനിയൻ. ഏത് പ്രധാനമന്ത്രിയായിരുന്നു? മുൻ കെനിയൻ പ്രധാനമന്ത്രിയാണ് റെയ്ല ഒഡിങ്ക. എന്താണ്? റെയ്ല ഒഡിങ്ക. എന്താണ്? റെയ്ല ഒഡിങ്ക. താങ്ക് യു. എല്ലാവരും ഉഷാറായിട്ട് എന്റെ കറണ്ട് അഫയേഴ്സ് നോക്കണം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്, സെലക്ട് ചെയ്തിട്ടാണ് തരുന്നത്. എല്ലാവരും ഉഷാറായിട്ട് നോക്കുക. താങ്ക് യു.